തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതി നട്ടുവളർത്തിയ ചെടികൾ ഉണങ്ങി നശിക്കുകയാണ്. കൃത്യമായി പരിപാലനമില്ലാത്തതാണ് ചെടികൾ ഉണങ്ങാനിടയാക്കുന്നതെന്ന് ആക്ഷേപം. അമൃത് മിത്ര പദ്ധതിയുടെ ഭാഗമായാണ് ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിച്ചത്. വിവിധ ഡിവിഷനുകളിലായി സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി 280 സ്ഥലങ്ങളിൽ ഗാർഡനുകൾ ഒരുക്കി. കാർബൺ ക്ലീൻ സിറ്റി പദ്ധതിയുടെ ഭാഗമായി റോഡുകളുടെ ഇരുവശങ്ങളിലും മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ഇവയുടെ പരിപാലനത്തിനായി ഓരോ ഡിവിഷനുകളിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ 4 പേരെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ ഭരണം മാറിയതോടെ പരിപാലനത്തിൽ കോർപ്പറേഷൻ വീഴ്ച വരുത്തിയതായി മുൻ മേയർ MK വർഗീസ് പറഞ്ഞു. എല്ലാ ചെടികളും ഉണങ്ങി നിൽക്കുന്നു. വളരെ ഭംഗിയായി നിന്നിരുന്ന ചെടികളൊക്കെ ഉണങ്ങി തുടങ്ങി. അതുപോലെ തന്നെ തൃശൂർ പട്ടണത്തിനകത്ത് റൗണ്ടിനകത്ത് ഞങ്ങൾ വെച്ചിരുന്ന ചെടികൾ നമുക്കറിയാം, സമയബന്ധിതമായി അത് നനയ്ക്കുന്ന ഒരു സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ഇന്ന് ആ ചെടികൾ ഉണങ്ങുന്നു. വിവിധ ഡിവിഷനുകളിലും ഇതുപോലെ തന്നെ നനയ്ക്കുന്നുണ്ടോ എന്നിപ്പോൾ സംശയാസ്പദമായ അന്തരീക്ഷമാണ്. ദയവ് ചെയ്ത് കോർപ്പറേഷനോട് വീണ്ടും പറയുന്നു, എന്നോടുള്ള വല്ല വിഷമം കൊണ്ടാണെങ്കിൽ പോലും ചെടികളോട് അത് ചെയ്യരുത്. നമ്മുടെ നാടിൻ്റെ സൗന്ദര്യമാണ്, ആ സൗന്ദര്യം നിലനിർത്തണം. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കോർപ്പറേഷൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെടികൾ വെച്ചിരിക്കുന്നതൊക്കെ വീണ്ടും ഒന്ന് പരിശോധിച്ച് വേണ്ട നടപടി ഉണ്ടാകണം. അമൃത് മിത്ര പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല വൃത്തിയുള്ള നഗരത്തിനുള്ള പുരസ്കാരത്തിന് തൃശൂർ അർഹത നേടിയിരുന്നു. മേയർ കൃത്യമായ പരിശോധന നടത്തി ചെടികളുടെ പരിപാലനം ഉറപ്പാക്കണമെന്നും MK വർഗീസ് ആവശ്യപ്പെട്ടു. പല സ്ഥലങ്ങളിൽ നമ്മൾ എൻക്രോച്ച്മെന്റുകൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരുന്ന ബാരിക്കേഡുകൾ പൊളിക്കുന്നു. മേയർ അവിടെ ഇരിക്കരുത്, മേയർ പുറത്തിറങ്ങണം. ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം. ഇതൊക്കെ തെറ്റായ നടപടിക്രമമാണ്. ചെയ്യുന്നത് അപകടമില്ലാതിരിക്കുന്നതാണ്. അപകടമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള സംരംഭങ്ങളൊന്നും ചെയ്യരുത്. വിവിധയിടങ്ങളിൽ കയ്യേറ്റങ്ങളും അപകടങ്ങളും ഒഴിവാക്കുന്നതിനായി സ്ഥാപിച്ച ബാരിക്കേഡുകൾ മാറ്റിയത് പുനഃപരിശോധിക്കണമെന്നും മുൻ മേയർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ.